എന്തുകൊണ്ട് ഡ്രീം മോട്ടോർ സൈക്കിളിൽ ഒരു ഫുള്ളി ഫെയർഡ് ആയിട്ടുള്ള ഒരു ബിഗ് കപ്പാസിറ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിൾ ഇല്ല എന്നുള്ള കാര്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഒരു ഫുള്ളി ഫെയർഡ് ആയിട്ടുള്ള ഒരു ബിഗ് സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള ഒരു ഫുള്ളി ഫെയർഡ് ആയിട്ടുള്ള സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു റോഡിൽ ഓടിക്കാനുള്ള കാര്യമല്ല എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ എനിക്കുണ്ട്. അത് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഹാൻഡ്ലിംഗ് ഡിഫിക്കൽട്ട് ആണ്, പവർ കുറച്ചും കൂടി എക്സ്ട്രാ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒരു പവർ ആയിരിക്കും, പിന്നെ എർഗണോമിക്സ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ അതൊക്കെ മൈൻഡിൽ ഉള്ളതുകൊണ്ടാണ് അതൊരിക്കലും ഒരു റോഡ് ലീഗൽ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു ഡ്രീം ആയിട്ട് വരാത്തെ. പക്ഷെ ട്രാക്ക് പർപ്പസ് എന്ന് പറയുന്ന രീതിയിലേക്ക് അതൊരു ബെസ്റ്റ് ആണ്, അല്ലെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ട്രാക്ക് ആണെന്നുള്ള നല്ലൊരു വിശ്വാസം എനിക്കുണ്ട്. ഇത് വേറൊരാൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും കുറച്ചും കൂടി എനിക്ക് അതിന്റെ ഒരു ഡീപ്നെസ് എനിക്ക് മനസ്സിലായത്. അത് വേറെ ആരല്ല, KTM CEO ആയിട്ടുള്ള സ്റ്റീഫൻ പീറർ ആണ്. RC8 ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇനി മുതൽ ഒരു ഫുള്ളി ഫെയർഡ് ആയിട്ടുള്ള ബിഗ് കപ്പാസിറ്റി ആയിട്ടുള്ള ഒരു 200 bhp പ്ലസ് ആയിട്ടുള്ള ഒരു ഫുള്ളി ഫെയർഡ് സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിൾ റോഡ് ലീഗലായിട്ട് കൊണ്ടുവരില്ല എന്നുള്ള കാര്യം സ്റ്റീഫൻ പീറർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതിന് പകരമായിട്ടാണ് KTM RC8 അല്ലെങ്കിൽ RC8C എന്ന് പറയുന്ന ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ RC8C വന്നിട്ടുണ്ട്. 899cc ആയിട്ടുള്ള ഒരു ട്രാക്ക് വെപ്പൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. 140 bhp ആണ് പവർ വരുന്നത്. 98 Nm ഓഫ് ടോക്ക് ആണ് വരുന്നത്. ആകെ കൂടി 100 യൂണിറ്റ് ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ പ്രൈസ് വരുന്നത് ഏകദേശം 35 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഫുള്ളി ഫെയർഡ് ആയിട്ടുള്ള സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിളിന്റെ ഒരു ആരാധകൻ, റോഡ് ലീഗൽ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളിന്റെ ആരാധകൻ അല്ലാത്തത് തന്നെ ചാവോ.